ചിക്കൻ 65നേക്കാൾ രുചികരമായ സോയ 65 എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുഴിവുള്ള ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 100 ഗ്രാം സോയ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോയ ചേർത്തതിന് ശേഷം തിളച്ച് കഴിയുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് 10 മിനിറ്റ് മൂടി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് 3-4 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ടാകണം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. ഇതിലേക്ക് ഇനി മല്ലിപ്പൊടിയും മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. കുറച്ച് പൊടിയായി അരിഞ്ഞ് വേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. കോൺഫ്ലവർ ഈ കഷ്ണങ്ങളിൽ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഒരു പരന്ന ഫ്രൈങ് പാനിൽ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഴിവുള്ള ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്തത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് സോയ എല്ലാം ഒന്ന് അകത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒട്ടിപ്പിടിക്കാത്ത രീതി ആകുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ആകുമ്പോൾ പാനിൽ നല്ല ഒച്ച കേൾക്കാം, നല്ല ക്രിസ്പി ആയ ഒച്ച കേൾക്കാം. ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി വിതറി മാറ്റി വയ്ക്കണം. ഇനി കുഴിവുള്ള ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. നേരത്തെ ചേർത്ത എണ്ണ തന്നെയാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളകും ചേർത്തൊന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സോയ 65 ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് യൂസ് ചെയ്തത്. ഡീപ്പ് ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ടി വരും. ഫ്രൈ ചെയ്ത എണ്ണ ബാക്കി വരാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇതുപോലെ ചെയ്താൽ മതി, നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ആയി കിട്ടും. ഇതിനകത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. സാധാരണ ചോറിൻ്റെ കൂടെയും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാക്കും. സോയ വളരെ നല്ലതുമാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ കഴിച്ച് തന്നെ ഇത് തീർക്കും. അപ്പോൾ എല്ലാവരും ഈ സോയ 65 ഉണ്ടാക്കി നോക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ചിക്കൻ 65നേക്കാൾ